ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി 5 മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം ഇതൊരു ടിഷ്യൂവിൽ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിയേണ്ട, പുട്ടുപൊടിയുടെ ഒക്കെ തരിയില്ലേ ആ ഒരു രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ചെറിയ പഴം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഇതുപോലൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 6 മണിക്കൂർ കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയും 1/2 കപ്പ് നാളികേരം ചിരകിയതും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 2 നുള്ള ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കാഷ്യൂസ് റൈസൻസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്ക് കൂടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ പഴമൊക്കെ ചേർത്ത് കൊടുത്തതിന്റെ പേരിൽ തന്നെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.